ഉള്ളി സവാള അരിഞ്ഞില്ലേ? ഓ അതൊക്കെ എപ്പോഴേ റെഡി. എണ്ണയിലിട്ട് ശരിക്കാണ്ട് വാട്ടിക്കോ. തിരിഞ്ഞു നോക്കണ്ട. മാൽക്കം നമ്മളെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്, ചേട്ടനെ കാണിക്കാൻ. പിന്നെ അയ്യോ എന്താ ഇത്, ആകെ വേർക്കുന്നല്ലോ. അടുക്കള പണിയൊന്നും പരിചയമില്ല അല്ലേ? അത് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ലേഡീസുമായിട്ട് ഒറ്റയ്ക്ക്, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. എന്തുപോലെ? അയ്യോ പിന്നെയും എനിക്ക് എന്തോ പോലെ. കറി ശ്രദ്ധിക്കണേ. ഉപ്പ് കുറവാണോ എന്നൊരു സംശയം. നോക്കട്ടെ. ഇത് ഉപ്പല്ല, പിന്നെ മധുര. വിരിഞ്ഞ മാറെന്നൊക്കെ പറഞ്ഞ ഇതല്ലേ? ഇഷ്ടായോ? ഒത്തിരി. ഒരുപാട് രോമം ഉണ്ടായിരുന്നതാ, കഴിഞ്ഞ വേനൽക്കാലത്ത് കുറച്ച് കൊഴിഞ്ഞുപോയി. ഇതൊക്കെ മതിന്നേ. വേഗം കുളിച്ച് റെഡിയാവ്. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. ശരി. കുളിപ്പിച്ചു തരാൻ താനെന്താ കൊച്ചുകുഞ്ഞ? അയ്യോ അതല്ല, പിന്നെ എന്റെ മസിലും നെഞ്ചിലെ രോമമൊക്കെ കണ്ട് അവള് സോപ്പ് തേപ്പിച്ച് തരുമ്പോഴുണ്ടാകുന്ന സ്പർശനത്താൽ അറിയാതെ ഞാനെങ്ങാനും വഴങ്ങിപ്പോയാൽ ഞങ്ങളൊരു ഫസ്റ്റ് നൈറ്റ് മിസ്സാവും. ഇതെഴുതാതിരിക്കാൻ പറ്റില്ല. ഏതേത് താനീ പറഞ്ഞത്. എന്നെ ഇതും കൂടി എഴുതിക്കോ. നാളെയോ മറ്റന്നാളോ ശരിക്കും ഞാൻ അവളെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കുങ്കുമപ്പഴവും ഗോതമ്പ് പുട്ടും മൃച്ചകടിയും പൊരിച്ചതും കൂടി ചേർത്ത് ഒരു ശിലയെ പോലെ. അതൊക്കെ ഞാൻ ചെയ്തോളാം. താൻ മൃച്ചകടിയം തെറ്റാതെ എഴുതൂ. മൃച്ച ച, തന്റെ അച്ഛന്റെ ച, ചെറ്റയുടെ ച. എഴുത ഡോഗ്. നിക്ക് നിന്ന്. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സാറ് വീണ്ടും തുടങ്ങി. എന്ത്? മയക്കുമരുന്ന്. എനിക്ക് കുറച്ച് വാങ്ങിച്ചു തരുമോ? ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞ ഡോസ് കൂടും. കുളിപ്പിച്ചോ പിന്നെ എപ്പോഴാ വെടിയുണ്ട തലേ കയറുന്നതെന്ന് നോക്കിയാ മതി. ഓ നിന്നെപ്പോലൊരുത്തൻ കയറി ഇറങ്ങേണ്ട വീടല്ലത്. അനിയത്തിയോടുള്ള വാത്സല്യം കൊണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കുകയാണ് ആ ചേട്ടൻ. നീ ഒറ്റയൊരുത്തൻ കാരണം അദ്ദേഹം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ നീ കുട്ടിയുമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഇറങ്ങിയ അവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? വല്ല കുടുംബത്തിലെയും പ്രശ്നങ്ങൾ തീർക്കാൻ നീ ആരാ? ഏത് കുടുംബത്തിലാ പിറന്നത്? ആരുടെ കുട്ടിയെയും കൊണ്ടായി നടക്കുന്നത്? പണമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. ആവശ്യമുള്ള അത്രയും നീ ആ വീട് വിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കണ്ടോ, നിനക്കെതിരെ മുൻപ് ഞാൻ എഴുതി വെച്ചിരുന്ന പരാതിയാ. അന്ന് കൊടുക്കാൻ മനസ്സനുവദിച്ചില്ല. പക്ഷേ നാളെ ഈ സമയത്ത് ഇതെത്തേണ്ടടുത്ത് എത്തിയിരിക്കും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ചെയ്യേണ്ടത് നീ ചെയ്തിരിക്കണം. അച്ചോ, മറ്റേ കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. പറഞ്ഞോ. അന്ന് താൻ പറഞ്ഞ തന്റെ ഉണ്ടല്ലോ ഗേൾ ഫ്രണ്ട്, ആ അഴകും സമ്പത്തും കണ്ടിട്ട് താനും കൊച്ചും മയം കണ്ട നന്ദന വേറൊരാളുടേതാ. വൈദ്യശാസ്ത്രത്തിൽ ലണ്ടനിൽ ഉപരിപഠനം നടത്തുന്ന ഡോക്ടർ നന്ദകുമാറുമായി കല്യാണ തീയതി വരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാണ് ആ നന്ദന. നിരാശാകാമുകനായി അവിടുന്ന് നാണം കെട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ പൊടിയും തട്ടി ഇറങ്ങി പോ. ശരി, ആ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ. പോരെ അച്ചോ? കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാ ഞാനും എന്റെ ടെസിയും. പക്ഷേ സ്നേഹബന്ധം എന്താന്ന് നന്നായിട്ട് അറിയുന്നവരാ. അതുകൊണ്ട് സ്നേഹം അവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. ആ നന്ദനയിലുണ്ട് സ്നേഹം. ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടായ ഒരു ആഗ്രഹമുണ്ട് അവൾക്ക്. അതിനുവേണ്ടി ആ കുട്ടി ഇവിടെ വന്നിരിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഈ നിൽക്കുന്ന നിങ്ങളിൽ ആർക്കും പറ്റില്ല. ഒരു കാലത്തും പറ്റില്ല. അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല. എന്നാലും എനിക്കിപ്പോ സുമേഷിനോടൊപ്പം നിൽക്കാനല്ലേ പറ്റൂ. 1 2 3 4 5 6 എത്ര കാണിച്ചു കൊടുത്തിട്ട് നന്ദന് പഠിക്കാൻ പറ്റുന്നില്ല മോസ്. കാറ്റ് എന്തിനാ പഠിപ്പിക്കാൻ പോയേ? അല്ലെങ്കിൽ ഇനി പഠിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തിനായിരുന്നു ഫാദർ വിളിപ്പിച്ചത്? പറയാം. കാറ്റ്,
ഞങ്ങള് പോവാ. എന്തേ? നന്ദന നന്ദകുമാർ. അതാരാന്ന് ചോദിക്കേ. ഇദ്ദേഹത്തിന് കല്യാണം ആലോചിച്ചു വെച്ചിരിക്ക അദ്ദേഹത്തെ. അതെന്തിനാ ഒളിപ്പിച്ചു വെച്ചെന്ന് ചോദിക്കുമോള്. ഒരു കുഞ്ഞു മനസ്സിൽ ആശകളും മോഹങ്ങളും വാരിയിട്ടിട്ട് സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ. ഞാൻ കാറ്റിനോട് പറഞ്ഞില്ലേ നമ്മളൊക്കെ വെറും ഉപകരണങ്ങളാണെന്ന്. വലിച്ചെറിയും മുമ്പേ പോകാം. പോണം, വാ. ഇല്ല, പോവില്ല. എന്നെ ഒരു കള്ളിയാക്കിയിട്ട് ഇവിടെയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. സത്യം പറഞ്ഞതൊക്കെ സത്യം. അത് നിങ്ങളോട് പറയണത് പലപ്പോഴും ഞാൻ ആലോചിച്ചതാ. പറയാൻ ഒരുങ്ങിയതുവാ, പക്ഷെ മനസ്സ് മടിച്ചു. പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾ എന്നെ വിട്ട് പോയി കളയോന്ന് പേടിച്ചു. പിന്നീട് അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ നന്ദകുമാറിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടം ടെസ്സിയുടെ മോസിനോടാ. ഇവളോടാ. ആരോ ഇവളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുത്തതായി എന്നെ. എന്നെ വിട്ടിട്ട് പോവാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ പൊക്കോളൂ. മോളു